നമസ്തേ. ബേത്ലഹേമിലെ 2 വീടുകളെക്കുറിച്ചുള്ള കൗതുകകരമായ ചില വരികളുണ്ട്. ഒന്നാമത്തെ രാജകുമാരൻ്റെ സ്വീകരണമുറി വെറും ഒരു കാലിത്തൊഴുത്താണ്. അവൻ്റെ സിംഹാസനം ഒരു പുൽത്തൊട്ടിലാണ്. അവൻ്റെ മേൽക്കെട്ടി വെറും ചിലന്തി വലകളാണ്. കാലികളുടെ ചാണകമാണ് ധൂപവാഹിയായ സുഗന്ധദ്രവ്യം. അവൻ്റെ ദാസരാകട്ടെ ഭവനരഹിതരായ 2 സാധു മനുഷ്യർ. ആ രാജസദസ്സിലെ 2 പേരിൽ ഒരാൾ കന്യകാത്വത്തെയും മറ്റേയാൾ ദാരിദ്ര്യത്തെയും, രാജകുമാരൻ എളിമയെയും നിഷ്കളങ്കതയെയുമാണ് കാട്ടിത്തരിക. എന്നാൽ ആ വീട്ടിൽ നിന്ന് 7 മൈൽ അകലെ വടക്ക് ഭാഗത്തേക്ക് നോക്കുക. അവിടെ ഹെരോദ രാജാവിൻ്റെ വെട്ടിത്തിളങ്ങുന്ന രാജകൊട്ടാരമുണ്ട്. വിശുദ്ധി എന്ന വാക്ക് ആ കൊട്ടാരത്തിൽ അപരിചിതമായിരുന്നു. അവിടെ എല്ലാവരും ദാരിദ്ര്യത്തെ വെറുത്തിരുന്നു. താഴ്മയ്ക്ക് പകരം പിതൃഹത്യയ്ക്ക് ശ്രമിച്ചവരെയും പുത്രഘാതകരെയുമാണ് അവിടെ കാണുന്നത്. ഈ 2 രാജസദസ്സുകളും തമ്മിലുള്ള അന്തരം സ്ഥിതി ചെയ്യുന്നത് ഒന്നിലുണ്ടായിരുന്ന ചാണകത്തിലോ മറ്റൊന്നിലുണ്ടായിരുന്ന സ്വർണത്തിലോ അല്ല, പിന്നെയോ അവയുടെ ധാർമ്മിക സവിശേഷതകളിലായിരുന്നു. ആദരവോടെ.